ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല സൂപ്പറായിട്ടുള്ള കലത്തപ്പവും ചിക്കൻ ചുക്കയുമാണ്. അപ്പം കലത്തപ്പവും നീർദോശയും, അതായത് മാംഗ്ലൂർ സ്റ്റൈൽ കാസർഗോഡ് സ്റ്റൈൽ ദോശയും ഒരേ ബാറ്ററാണ്. നമ്മൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി കുതിർത്ത് വെച്ച അരി അരക്കുമ്പോൾ നമ്മളിതിൽ ഒരു പിടി തേങ്ങയും ഒരു ചെറിയ സവാളയുടെ പീസും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് അരക്കുന്നത്. അരച്ച ഉടനെ നമുക്കത് ചുടാൻ പറ്റുന്നതാണ്. കുറച്ച് ലൂസ് അരച്ചിട്ട് നമ്മളൊരു ഇച്ചിരി ലൂസാക്കണം. അപ്പത്തിനോ ഇഡ്ഡലിക്ക് അരക്കുന്ന പോലെ അത്രയും കട്ടി വേണ്ട, ഇച്ചിരി ലൂസാക്കിയിട്ട് നമ്മളത് എടുക്കണം. എന്നിട്ട് അപ്പച്ചട്ടിയിൽ നമുക്ക് കട്ടിയിൽ ഒഴിച്ചിട്ട് ചുടുന്നതിനെയാണ് ഞങ്ങൾ കലത്തപ്പം എന്ന് പറയുന്നത്. അതായത് മാവ് ഒഴിച്ചിട്ട് ഒരു 2-3 തവി ഒഴിക്കും. പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ വലിയ ഉരുളിയിൽ 1-2 ഒക്കെ വലുതാക്കി ചുട്ടിട്ട് അത് പീസാക്കി മുറിച്ചെടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് ഇത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഓയിലോ പാനിലോട്ട് ഒഴിച്ചിട്ട് ഇത് 2-3 തവി കോരി ഒഴിക്കണം. എന്നിട്ട് കുറച്ച് കട്ടി ഉണ്ടാവും, അത് നമ്മളൊന്ന് തിരിച്ചു വിടണം. തിരിച്ചിടുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ കലത്തപ്പം റെഡിയാവും. ഇതിന് ടേസ്റ്റ്, അതായത് നമ്മൾ അരക്കുമ്പോൾ ഒരു അരക്കൈ തേങ്ങയും ഒരു ചെറിയ സവാളയുടെ പീസും ഉള്ളി, അതായത് അതും കൂടി ഇട്ട് അരച്ചാൽ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. ഇതിനിപ്പം തിരിച്ചിട്ടിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കും. ഇത് ഞാനിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ അധികം കട്ടിയില്ല. അതേ മാവ് കൊണ്ട്, ആ ബാറ്റർ കൊണ്ട് തന്നെ ഞാൻ നീർദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെയാണെങ്കിലും ഇറച്ചിക്കറിയുടെ കൂടെയാണെങ്കിലും. ഇതിപ്പോൾ നീർദോശയാണ്, അതിൻ്റെ ഷേപ്പ് ഇച്ചിരി മാറിപ്പോയി. ഇത് ഒഴിക്കുമ്പോൾ ഇത് മാവ് നല്ല ലൂസായിട്ടും വേണം. പിന്നെ ഈ നമ്മൾ ഒഴിക്കുന്ന ആ ദോശക്കല്ല് നല്ല ചൂടായിരിക്കണം, അല്ലെങ്കിൽ നേരെ ആവത്തില്ല. ഇത് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ ചിലരൊക്കെ ഇത് ചായയിൽ മുക്കിയിട്ടൊക്കെ കഴിക്കും. വളരെ ടേസ്റ്റാണ്.